A+ട്യൂബിലേക്ക് സ്വാഗതം. റിട്ടയർ ചെയ്ത അധ്യാപകർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ എപ്പിസോഡ്. സാധാരണഗതിയിൽ റിട്ടയർ ചെയ്ത് ജീവിത സായാഹ്നം വീട്ടിൽ ചെലവഴിക്കുന്ന പല റിട്ടയേർഡ് ഉദ്യോഗസ്ഥർക്കും വീട്ടിലെ മറ്റ് അംഗങ്ങളിൽ നിന്നും കിട്ടുന്നത് അത്ര സുഖകരമായ ഒരു അവസ്ഥ ആവില്ല. പല അനുഭവങ്ങളും അടുത്ത കാലത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നുണ്ട്. അധ്യാപകരായാലും മറ്റ് സേവന മേഖലയിലുള്ള ഉദ്യോഗസ്ഥരായാലും റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ പലരും ഇപ്പോൾ വൃദ്ധസദനങ്ങളിൽ അഭയം തേടാറുണ്ട്. മക്കൾ തന്നെ മുൻകൈയെടുത്ത് വൃദ്ധസദനത്തിൽ എത്തിക്കുന്ന രക്ഷകർത്താക്കളുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു വിഭാഗമാണ് വൃദ്ധസദനം എന്നുള്ളത്. സ്വമേധയാ തീരുമാനമെടുത്ത് എത്തുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും അതേപോലെ വൃദ്ധരായ ആളുകളുമുണ്ട്. ഇപ്പോൾ റിട്ടയർ ചെയ്ത അധ്യാപകർക്ക് റിട്ടയർമെൻറ്റിന് ശേഷം സന്തോഷകരമായി താമസിക്കാൻ പറ്റുന്ന ഒരു ഹെറിറ്റേജ് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇതിനുള്ള മുൻകൈ എടുത്തത്. ഹെർമിറ്റേജ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ടീച്ചേഴ്സ് വെൽഫെയർ NFDDW കീഴിലാണ് ഈ സ്ഥാപനം വരുന്നത്. തിരുവനന്തപുരത്ത് പേട്ടയിലാണ് ഈ ഹെർമിറ്റേജ്. ഇത് പല കാരണങ്ങൾ കൊണ്ടും വീട്ടിൽ താമസിക്കാൻ കഴിയാത്തവർക്കും ജീവിത പങ്കാളികളുടെ മരണം കൊണ്ട് ഒറ്റപ്പെട്ടവർക്കും അവിവാഹിതരായവർക്കും ആണ് പ്രവേശനം. 2-ൽ 1 അധ്യാപകരായാൽ ദമ്പതിമാർക്കും ഇവിടെ താമസിക്കാൻ കഴിയും. നിലവിൽ 2 ദമ്പതിമാർ ഈ ഹെറിറ്റേജിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട് താനും. മൊത്തം 25 പേരാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 3 നിലകളിലായി 53 മുറികളാണുള്ളത്. 83 പേർക്ക് താമസിക്കാൻ കഴിയും. കോവിഡിന് മുൻപ് റിപ്പോർട്ട് പ്രകാരം 50-ലധികം പേർ ഉണ്ടായിരുന്നു. ഇതിന് ഒരു പ്രത്യേക മാനേജറെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന അതോറിറ്റി. ഇതിൽ താമസിക്കുന്നതിന് ബന്ധുക്കൾക്കൊപ്പമാണ് എത്തേണ്ടത്. അങ്ങനെ എത്തുമ്പോൾ അപേക്ഷാ ഫോമിനോടൊപ്പം നൽകുന്നതിനായി പെൻഷൻ ബുക്കിൻ്റെ ആദ്യത്തെ 2 പേജുകൾ നൽകേണ്ടതുണ്ട്. മക്കൾ, സഹോദരങ്ങൾ എന്നിങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളും ഒപ്പമുണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രവേശനം കിട്ടുകയുള്ളൂ. കൂടെ വരുന്ന ആളുകളുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നൽകേണ്ടി വരും. പ്രവേശന ഫീസ് 7500 രൂപയാണ്. താമസം മതിയാക്കി മടങ്ങുന്ന സമയത്ത് ഈ തുക തിരിച്ച് കിട്ടുകയും ചെയ്യും. മുറിയുടെ വാടക, ഭക്ഷണം, വൈദ്യുതി, വെള്ളം, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കുമായി മാസം തോറും തുക അടയ്ക്കേണ്ടതുണ്ട്. വാടക 200 രൂപയാണ് പ്രതിമാസം. 2 പേരുണ്ടെങ്കിൽ 300 രൂപ വേണം. ഭക്ഷണത്തിന് ഒരു ദിവസം നൽകേണ്ട തുക 148 രൂപയാണ്. ഇതിൽ വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും ലഭിക്കും എന്നുള്ളതുണ്ട്. നിശ്ചിത ദിവസത്തേക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ലീവ് എടുത്ത് വീട്ടിൽ പോവുകയും ചെയ്യാം. ബന്ധുക്കൾക്ക് ഇവിടെ എത്തി ഇവരെ സന്ദർശിക്കുന്നതിന് കഴിയുകയും ചെയ്യും. എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവും. അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സൗകര്യവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാത്തരം ആഘോഷങ്ങളും ഉണ്ടാകും. ഓണമായാലും ക്രിസ്മസ് ആയാലും ബക്രീദായാലും ഇവിടെ ആഘോഷം ഉണ്ട്. ഇവിടെ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രവേശനം വേണമെന്ന് ആഗ്രഹിക്കുന്ന റിട്ടയർ ചെയ്ത അധ്യാപകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94962048
47 എന്നാണ്. 94 96 20 48 47. റിട്ടയർ ചെയ്ത അധ്യാപകർക്ക് ഏറ്റവും ഗുണപ്പെടുന്ന ഒരു വിവരമായതുകൊണ്ടാണ് A+ ട്യൂബ് ഈ വിവരം നിങ്ങളുമായി പങ്കുവച്ചത്. നന്ദി.